ഇന്ന് ഞാനൊരു കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്, ഉലുവാക്കഞ്ഞി. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് 1.5 കപ്പ് കുത്തരി. ഇത് മട്ടയരിയാണ്, നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന മട്ടയരി കഴുകി വാരി വെച്ചിരിക്കുന്നത്. 2 കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ. ഇത് ഒരു ഇടത്തരം തേങ്ങ മുഴുവൻ ചിരണ്ടി, അതായത് 2 കപ്പ് തേങ്ങ ഉണ്ടായിരുന്ന അതിൽ നിന്ന് 2 കപ്പ് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്ത പാല്. 2 ടേബിൾ സ്പൂൺ ഉലുവ കുതിർത്തത്. ഒരു 10-12 മണിക്കൂർ ഇത് ഞാൻ കുതിർത്ത് വെച്ചിരുന്നതാണ്, കഴുകി വാരി വെച്ചിരിക്കുന്നതാണ് ഈ ഉലുവ. 1 കപ്പ് തേങ്ങ ചിരണ്ടിയത്. 2 നുള്ള് ജീരകം. ജീരകം ഇതിന് കുറച്ച് മതി. ആവശ്യത്തിന് ഉപ്പ്. 2 ടീസ്പൂൺ പശുവിൻ നെയ്യ്. 1 ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരി വേകാൻ ആവശ്യമുള്ള വെള്ളം എടുക്കണം. ഇത് കുത്തിരി ആയതുകൊണ്ട് ഇതിന് വേവ് അല്പം കൂടുതലുണ്ട്. Cook with Sophie, sharing 40 years experience. ഇനി നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത്. അതിനായിട്ട് കുക്കറിലേക്ക് ചേർക്കാം. നമ്മൾ സാധാരണ ചോറുണ്ണുന്ന അരി തന്നെയാണ്. കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ചേർക്കാം. വെള്ളം ഒഴിക്കാം. ഓരോ കുക്കറിനനുസരിച്ച് അരിക്ക് വെള്ളം ചേർക്കണം. ചില അരിക്ക് വേവ് കൂടുതലുണ്ട്, അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് കുക്കറൊന്ന് അടയ്ക്കാം. ഇത് എൻ്റെ കുക്കറിൽ 5 വിസിൽ കേൾക്കണം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 4 വിസിലും കേൾക്കണം. അരി വേകുന്ന സമയത്തിന് നമുക്ക് തേങ്ങയും ജീരകവും ഒന്ന് ചതച്ചെടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കുന്നത് കൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് തേങ്ങയെ ഇടുന്നുള്ളൂ. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ജീരകം ഇത് ഉലുവാക്കഞ്ഞി ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് 2 നുള്ളി ജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉലുവയാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ വേണ്ടിയത്. ഇത് വെള്ളം ഒഴിക്കാതെ ചതച്ച് വെക്കാം. തേങ്ങയും ജീരകവും കൂടെ ചതച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. 5 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടിരുന്നതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അരി വെന്തോന്ന് നോക്കാം. ചോറ് വെന്തിട്ടുണ്ട്, വെള്ളം പറ്റിയിട്ടുണ്ട്. നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടെ ചേർക്കാം. ഇത് വെള്ളം പറ്റിയത് കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. തേങ്ങയും വെള്ളവും ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് തീയൊന്ന് കുറച്ചിട്ടിട്ട് ഒന്നുകൂടെ ഇളക്കാം. നെയ്യ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് തിളയ്ക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഉലുവാക്കഞ്ഞിക്ക് ഏറെ ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ ഈ കർക്കിടക മാസത്തിൽ ഉലുവാക്കഞ്ഞി വെച്ച് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്.
ഇത് രാവിലെയോ രാത്രിക്കോ കുടിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ചിലരൊക്കെ ഈ കഞ്ഞിക്കകത്ത് മധുരം ചേർക്കാറുണ്ട്, ശർക്കര ഉരുക്കി ചേർക്കാറുണ്ട്. ഇത് ഒരു മരുന്ന് കഞ്ഞി ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ശർക്കര ചേർക്കുന്നില്ല. അങ്ങനെ മധുരക്കഞ്ഞി ഇഷ്ടമുള്ളവർ ഇതിൻ്റെ കൂടെ ശർക്കര പാനിയും കൂടെ ചേർത്ത് ഉപയോഗിക്കണം. നമ്മുടെ ഉലുവാക്കഞ്ഞി റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉലുവാക്കഞ്ഞി സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ഇതൊന്ന് വെച്ച് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉള്ളതും അതുപോലെ ആരോഗ്യപ്രദവുമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഈ കഞ്ഞി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.